നമസ്കാരം. എല്ലാവർക്കും തിരുവോണാശംസകൾ അർപ്പിക്കുന്നു. തിരുവോണത്തിന് പിന്നാലെ എത്തുന്ന നബിദിന ആശംസകളും ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ എല്ലാവരോടും പറയുന്നു, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലും എത്തിക്കണം. കാരണം നമ്മൾ പറയുന്നത് 20 തരം രോഗങ്ങൾക്കുള്ള ഒറ്റമൂലികകൾ അല്ലെങ്കിൽ ഒറ്റമരുന്നുകൾ ജീവനത്തിൽ വിതരണം ചെയ്തു വരുന്നു. ഇത് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടും അല്ലെങ്കിൽ അവരുടെ കഴിവിനൊത്ത ഫീസിലും നൽകി വരുന്നുണ്ട്. തികച്ചും പലതവണ പരീക്ഷിച്ച് തികച്ചും ഫലപ്രദമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ മഹാരോഗങ്ങളെന്ന് കരുതി വലിയ ചികിത്സകളും വലിയ പണച്ചെലവുകളും നടത്തി ജീവിതവും കുടുംബവും അനാഥമാകുന്ന അവസ്ഥയിലേക്ക് പോവാതെ അതിനു മുമ്പ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മരുന്നുകളൊന്നും നിർത്താതെ തന്നെ അവയോടൊപ്പം നമ്മുടെ ഒറ്റമൂലികകളും ഒന്ന് പരീക്ഷിച്ചറിയുവാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാവരിലും എത്തിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ജീവനം ശ്രീ അഗസ്ത്യ വൈദ്യാശ്രമം പ്രവർത്തിച്ചു വരുന്നത്. ഷഡാധാര പ്രാണവിദ്യ എന്നൊരു ആത്മീയ സാധന ഏത് ജാതി മത വിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളെ ഒന്നും തൊടാതെ യഥാർത്ഥ ആത്മീയത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഈ സാധന വഴി ഈശ്വര സാന്നിധ്യവും ഈശ്വര സാമീപ്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് കടന്നു പോകാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാധനാ പദ്ധതിയാണ് ഷഡാധാര പ്രാണവിദ്യ. നമ്മളിതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും രോഗീ സേവനത്തിനായിട്ട് ക്യാൻസർ രോഗികളുടെ സഹായങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് അത്തരം ആളുകൾക്ക് കൂടി വലിയൊരു സേവനമായിരിക്കും നിങ്ങളെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ ക്യാൻസർ രോഗികളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കും നമ്മുടെ ജീവനം അഗസ്ത്യ വൈദ്യാശ്രമത്തിൻ്റെ ഒരു ഓഹരി പങ്കാളിയാകാൻ ഉള്ള അവസരം നമ്മൾ നൽകുന്നുണ്ട്. 500 രൂപയോ 500 രൂപയുടെ ഗുണിതങ്ങളോ നിങ്ങളുടെ കഴിവിനൊത്ത് മുടക്കുകയാണെങ്കിൽ ഈ ജീവനത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു പങ്കുകൂടി ചേർത്ത് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ആ തുക തിരിച്ചെടുക്കാം. അഥവാ ആവശ്യമില്ലെങ്കിൽ അത്രയും കാലം ജീവനത്തിൻ്റെ ഓഹരിയായിട്ട് അത് കണക്കാക്കുകയും ആ തുക ഏതെങ്കിലും കഠിന രോഗങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്നവർക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ജീവനം ചെയ്തു വരുന്നത്. അല്ലാതെ നമ്മുടെ ട്രസ്റ്റ് മറ്റ് പിരിവുകളൊന്നും എടുക്കുന്നില്ല. വേറെ കേരളത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് ബ്രാഞ്ചുകളില്ല. ആരെയും പിരിവെടുക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അത്തരം ചില പിരിവുകൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒന്നിവിടെ പറഞ്ഞത്. നമ്മുടെ ചികിത്സയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവിനൊത്ത് 500 രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ താങ്കൾക്ക് കൂടി അത് പങ്കെടുക്കാം. എപ്പോൾ നിങ്ങൾക്ക് ഈ പണം ആവശ്യമുണ്ടോ ആ സമയത്ത് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കിട്ടും. അതുവരെ ഇവിടെ നിങ്ങളുടെ ഓഹരിയുടെ സംഖ്യ അനുസരിച്ച് നിങ്ങൾക്കൊരു ചെറിയ ലാഭവിഹിതം കൂടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാമാണ് നമ്മുടെ വരുമാനം ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റമൂലി മൂത്രക്കല്ലിനുള്ള ഒരു മരുന്നാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ യാതൊരു ഭക്ഷണവും കഴിക്കാതെ ആണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. ആ ഒരു ദിവസത്തേക്ക് ചെറിയ പഥ്യങ്ങൾ ഉണ്ടായിരിക്കും. വൈകുന്നേരം രാവിലെ ഒരു 7 മണിക്ക് മുമ്പേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദൂരെയുള്ളവർക്കിത് തലേ ദിവസം കൊണ്ടുപോയി തണുപ്പ് വിടാതെ കൊണ്ടുപോയിട്ട്
സൂക്ഷിച്ച് പിറ്റേന്ന് രാവിലെ വീട്ടിൽ വെച്ച് കഴിക്കാവുന്നതാണ്. ആ ദിവസം വീട്ടിൽ വിശ്രമിക്കേണ്ടി വരും. കഠിന ജോലികളൊന്നും ആ ദിവസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ചെറിയ ചില പഥ്യങ്ങൾ ഉണ്ട്. വൈകുന്നേരം 5 മണിക്ക് ശേഷം ആ പഥ്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് മൂത്രക്കല്ലിനുള്ള ഒറ്റ ദിവസ ഒറ്റമൂലി നമ്മൾ നൽകുന്നത്. ഇത് കിഡ്നിയിലാണെങ്കിലോ സൈസ് വളരെ കൂടുതലാണെങ്കിലോ ഒരു പക്ഷേ ഒരു തവണ കൂടി ആവർത്തിക്കേണ്ടി വന്നേക്കാം. 2 തവണയിൽ കൂടുതൽ വേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇതിനില്ല. മൂലക്കുരു, പൈൽസ്, ഫിസ്റ്റുല എന്നിവയ്ക്ക് 7 ദിവസത്തെ മരുന്നാണ് നമ്മൾ നൽകി വരുന്നത്. ഈ മരുന്ന് രാവിലെ വെറും വയറ്റിൽ ചുടുപാലിൽ കഴിക്കേണ്ട ഒരു മരുന്നാണ്. 7 ദിവസം കൊണ്ട് എത്രമാത്രം കുറഞ്ഞുവോ അതിനനുസരിച്ച് മറ്റൊരു 7 ദിവസം 2 ആഴ്ചയ്ക്ക് ശേഷം ആവർത്തിക്കേണ്ടി വന്നേക്കാം. വളരെ ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗികളാണെങ്കിൽ അവർക്ക് ഒരു 3ാമത്തെ തവണ കൂടി ഒരു 7 ദിവസം ഈ മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു 3 കോഴ്സ് കൊണ്ട് ഏത് മൂലരോഗങ്ങളും ശമിക്കുന്നതാണ്. ഇതേ മരുന്ന് തന്നെയാണ് ചെറിയ മാറ്റത്തോടെ നമ്മൾ ഹെർണിയ, പ്രോസ്റ്റേറ്റ് മുതലായവയ്ക്കും നൽകി വരുന്നത്. വളരെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പക്ഷാഘാതത്തിനുള്ള മരുന്നാണ്. പക്ഷാഘാതം അത് പുതിയ കേസാണെങ്കിലും വളരെ പഴകിയ കേസാണെങ്കിലും എല്ലാം ഈ ഒരു മരുന്ന് ഫലപ്രദമാണ്. 15 ദിവസത്തെ ഒരു മരുന്നാണ്. അതിൽ 3 ദിവസം ഒറ്റമൂലികൾ കഴിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു പ്രത്യേക കഷായ മരുന്ന്, ഇത് തറിമരുന്നാണ്. നമുക്ക് മരുന്ന് കടകളിൽ തിളപ്പിച്ച് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുപ്പി കഷായമായിട്ടും കിട്ടുന്ന കഷായങ്ങളാണ്. രോഗിയുടെ അവസ്ഥ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ 15 ദിവസത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ഇത് 1.5 മാസത്തിന് ശേഷം ഒരു കോഴ്സ് കൂടി ആവർത്തിക്കും. അപ്പോൾ ആദ്യം കിടന്നിട്ടുള്ള രോഗിയാണെങ്കിൽ, കിടപ്പിലുള്ള രോഗിയാണെങ്കിൽ അവർ 15 ദിവസത്തെ മരുന്ന് കൊണ്ട് എഴുന്നേറ്റിരിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇരിക്കുന്ന രോഗിയാണെങ്കിൽ അവർക്ക് നടക്കാൻ, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ മരുന്ന് ആവർത്തിക്കേണ്ടി വരും. വളരെ നല്ല ഫലപ്രദമായ മരുന്നുകളാണ്. പ്രമേഹത്തിന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത ഒരു ചികിത്സാ രീതിയാണ്. ഒരു ഒറ്റമരുന്ന് നമ്മൾ കൊടുക്കുന്നു. പുറമെ നെഞ്ചിൻ്റെ ഭാഗത്ത് പുരട്ടാനുള്ള ഒരു തൈലവും കൊടുക്കുന്നു. അതോടൊപ്പം ചില വ്യായാമങ്ങൾ ഏത് അവസ്ഥയിലുള്ള പ്രായമായവർക്കോ അവശരായവർക്കോ ഒക്കെ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. വളരെ ലളിതമായ വ്യായാമങ്ങളാണ്. ഇത് സ്ഥിരമായി ചെയ്യുകയും ചെയ്താൽ, ഇതിന് നമ്മളൊരു കാലാവധി പറയുന്നില്ല, എങ്കിലും 1 മാസം കൊണ്ട് നമ്മുടെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. 3 മാസം മുതൽ 6 മാസം വരെയെല്ലാം പൂർണ്ണമായിട്ട് പൂർണ്ണമായി ഭേദമായി മധുരം കഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാൻ 6 മാസമോ 1 വർഷമോ ഒക്കെ വേണ്ടി വന്നേക്കാം. എന്നാലും മരുന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ 3 മാസം മുതൽ 6 മാസം വരെ തീർച്ചയായിട്ടും മതിയാകും. മരുന്നുകളില്ലാതെ ജീവിക്കാം. ഭക്ഷണ നിയന്ത്രണങ്ങൾ അല്പസ്വല്പം ആവശ്യം വരാം. എന്നാൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. അതാണ് ഈ മരുന്നുകളുടെ ഒരു പ്രത്യേകത. വെരിക്കോസിസ് അത് പൊട്ടിയൊലിക്കുന്നതായാലും ഞരമ്പുകൾ വീർത്തിട്ടുള്ളതായാലും എല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ മറ്റൊരു ഒറ്റമൂലി നൽകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ബ്ലോക്ക്, കൊളസ്ട്രോള്, BP ഇതെല്ലാം അതിന് ഒരു ഔഷധം നൽകി വരുന്നുണ്ട്. ഒരൊറ്റ മരുന്നാണ്, ഒറ്റമൂലിയല്ല. ഹെർണിയ, പ്രോസ്റ്റേറ്റ് വീക്കം നേരത്തെ പറഞ്ഞു. നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദന, പുറംവേദന, ഷോൾഡർ വേദന, അങ്ങനെ ജോയിൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കിൻ്റെ തകരാറുകൾക്ക് ഒറ്റ ദിവസ ചികിത്സയാണ് നൽകി വരുന്നത്. ഇത് ചിലപ്പോൾ 5 മിനിറ്റ് മതിയാകും, ചിലപ്പോൾ 1 മണിക്കൂർ വരെ ചികിത്സ ആവശ്യം വന്നേക്കാം. ഒറ്റ ദിവസം മാത്രം ഇവിടെ വരികയും 2 ആഴ്ച മരുന്ന് കഴിക്കുകയുമാണ് അതിൻ്റെ ഒരു രീതി.
മൈഗ്രെയിൻ, ഏതു തരം തലവേദനയും ചെന്നിക്കുത്ത് ഇത് നമ്മൾ ഒറ്റമൂല്യ മരുന്ന് കൊണ്ട് സുഖപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും മൂർധാവിൽ വയ്ക്കുന്ന ഒരു മരുന്നും, കരളിന് തകരാറുണ്ടെങ്കിൽ അതിനുള്ള കഴിക്കേണ്ട ചില മരുന്നുകളും നൽകി വരുന്നു. പഴകിയ മൈഗ്രെയിൻ പോലും സുഖപ്പെടുത്താൻ കഴിയും. ഇതിന് രോഗത്തിൻ്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ അതുകൊണ്ടൊരു കാലാവധി പറയുന്നില്ല. എങ്കിലും 7 ദിവസം മുതൽ 14 ദിവസം വരെ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടി വരും. മറ്റൊരു പ്രധാന ഓഫർ നൽകാനുള്ളത് മദ്യപാനത്തിനുള്ള ഒരു മരുന്നാണ്. അത് 41 ദിവസം രോഗി അറിഞ്ഞോ രോഗി അറിയാതെയോ കൊടുക്കാവുന്നതാണ്. 41 ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ മദ്യത്തിനോട് അയാൾക്കുള്ള ഇഷ്ടം, ലഹരിയോടുള്ള താല്പര്യം കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അത്തരം ഒരു ദുശ്ശീലം ഉണ്ടെന്ന് തോന്നിയാൽ അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ മരുന്ന് അവർക്ക് കൊടുക്കാവുന്നതാണ്. 41 ദിവസമാണ് ഈ മരുന്നിൻ്റെ ഒരു കാലാവധി. സ്ത്രീകൾക്കുള്ള ബ്ലീഡിങ്, ഇത് PCOD, PCOS അത് കാരണമാവാം, മുഴകളുണ്ടാവാം, മറ്റെന്തെങ്കിലും നിസ്സാര കാരണങ്ങളാവാം. ഏത് കാരണങ്ങളായാലും ബ്ലീഡിങ്, അമിതമായ ബ്ലീഡിങ് നമുക്ക് നിർത്താവുന്നതാണ്. അതേപോലെ ഈ മുഴകളോ മറ്റോ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഇതേ മരുന്ന് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ബ്ലീഡിങ് നിർത്തുവാൻ ഒരു ദിവസത്തെ ഒരു ഒറ്റമൂലി പ്രയോഗമാണ് നമ്മൾ നൽകുന്നത്. സാധാരണഗതിയിൽ ഈ PCOD എന്ന് പറയുന്ന PCOS മുഴകൾ ഇത് 1 മാസത്തെ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ, നമുക്ക് ഉദാഹരണക്കുറവ്, ബലമില്ലായ്മ, വലിപ്പമില്ലായ്മ, അങ്ങനെ പ്രമേഹം കാരണമുള്ള തളർച്ച, ഇതെല്ലാം വളരെ നമ്മൾ യൂട്യൂബിലുണ്ട് അതിൻ്റെ വിവരണങ്ങൾ മുഴുവൻ. മരുന്ന് എന്താണ് ചേർക്കുന്നത്, എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ളത്. ജീവനത്തിൻ്റെ ഒരു മരുന്നുകളും രഹസ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതേപോലെ നമ്മുടെ മുല്ലയില തൈലം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 100 കണക്കിന് ആൾക്കാർ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുണ്ട്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാം. അതേപോലെ ഒരു അശ്വശക്തി ഗുളിക നമ്മൾ നൽകി വരുന്നുണ്ട്. ഇതും വളരെ ഫലപ്രദമായ, ഈ 2 മരുന്നുകൾ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ആനന്ദപ്രദമാക്കാൻ കഴിയും. ഈ സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയും നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഇതേ മരുന്നുകളാൽ തന്നെ. അതേപോലെ നമുക്കൊരു ആൺകുട്ടി വേണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേണം എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും കൗണ്ട് വർധനവിനുള്ള ഒറ്റമൂലി നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇഷ്ടസന്താനത്തെ തന്നെ നമുക്ക് ലഭിക്കാൻ ഏറ്റവും ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിപരമായിട്ട് മുൻപന്തിയിലും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും കൗൺസിലിങ്ങും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളിവിടെ നൽകി വരുന്നുണ്ട്. അതേപോലെ അപസ്മാരത്തിനുള്ള ഒരു മരുന്ന്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മരുന്ന്, ഇതെല്ലാം ജീവനം നൽകി വരുന്നതാണ്. അതേപോലെ നമുക്ക് സ്വാമി നിർമ്മലാനന്ദഗിരി, എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള 18 തരം മാനസിക രോഗങ്ങൾക്കുള്ള വിശേഷ വിധികൾ, ഇതും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. അത്തരം രോഗങ്ങൾക്ക് നമ്മൾ ഹിപ്നോട്ടിസവും കൗൺസിലിങ്ങും കൂടെ പ്രയോഗിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ എല്ലാ രോഗങ്ങളിലും നമ്മൾ കൗൺസിലിംഗ്, ഹിപ്നോതെറാപ്പി ഇതെല്ലാം പ്രയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ മർമ്മ പ്രയോഗങ്ങൾ, കളർ തെറാപ്പി, അങ്ങനെയുള്ള സീഡ് തെറാപ്പി, ഇതെല്ലാം സമ്മിശ്രമായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ എല്ലാ ചികിത്സാ രീതികളും നിങ്ങളുടെ കഴിവിനൊത്ത ഫീസിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. പാവപ്പെട്ടവർക്ക് നമ്മൾ ആ കാര്യം ഇവിടെ തുറന്നു പറഞ്ഞാൽ മതി. തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ സേവനങ്ങൾ ട്രസ്റ്റ് നൽകി വരുന്നുണ്ട്.
അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 500 രൂപ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ആഘോഷങ്ങൾക്കുമൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പണം മുടക്കുന്നുണ്ട്. ആ കൂടെ ഒരു 500 രൂപ ഒരു സമ്പാദ്യ പദ്ധതിയായി തന്നെ അത് കണക്കാക്കാം. എന്നാൽ അത് ഒട്ടനവധി രോഗികൾക്ക് സഹായകരമായി മാറും. ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് ഞാനിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ വാട്സപ്പ് ചെയ്താൽ മതി. വിളിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും രാത്രി 8-നും 9-നും ഇടയ്ക്ക് വിളിക്കുക. പകൽ സമയത്ത് ദയവ് ചെയ്ത് വിളിക്കരുത്. ഒരല്പം വലിയ വീഡിയോ ആണ് ഇതെന്നറിയാം. എന്നാലും ഇത് വളരെ കാര്യമാത്ര പ്രസക്തമാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം നബിദിന ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം.